വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജേർണി വിത്ത് റനായ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാൻ വളരെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ ഈദ് മുബാറക്കായിട്ട് രാവിലെ നമുക്കൊരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ അപ്പുറത്തൊരു ലിറ്റിൽ ബേബി ഉണ്ട്. അപ്പോൾ ആ ബേബിക്ക് ഒരു ഡ്രസ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് വ്ളോഗായിട്ട് എടുക്കാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇത് എങ്ങനെ തീരുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. ഓക്കെ, യെസ്. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്ലഷ് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. കുഴപ്പമില്ല, പോട്ടെ. ഈദ് മുബാറക്കല്ലേ, കുറച്ച് ഓവറായാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് പോയേക്കുവാണ്, കാർ എടുക്കാൻ പോയിരിക്കുകയാണ്. ഇനി ഈദ് മുബാറക്ക് ആയത് കാരണം ഇവിടെ UAE-യിലൊക്കെ ഇന്ന് ഭയങ്കര വിശേഷമാണിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് നമുക്കൊരു ട്രീറ്റ്, നമ്മുടെ അപ്പുറത്തെ നെയ്ബറാണ് നമുക്ക് ഇന്ന് ട്രീറ്റ് തരുന്നത്. അവർ മുസ്ലിംസാണ്. അപ്പം ഈ പെരുന്നാളായത് കാരണം നമുക്ക് ട്രീറ്റൊക്കെ തരുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു ഗിഫ്റ്റൊക്കെ വാങ്ങാനായിട്ട് പോവുക. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ട് വേണം കഴിക്കാൻ. എനിക്ക് നല്ല വിശക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിനി ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. പിന്നെ ഈ ഡ്രസ്സ്, പിഞ്ചേട്ടാ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? ഈ ഡ്രസ്സ് എനിക്ക് നിത്യയും ഷേർലിയും കൂടെ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. നല്ല സൂപ്പർ ഡ്രസ്സ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. പിന്നെ പിഞ്ചേട്ടാ എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ ഒരു ഈദ് മുബാറക്ക് പറയണേ. പറഞ്ഞു, ഈദ് മുബാറക്ക് ടു ഓൾ യൂട്യൂബ് ഫാമിലി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഡിലേ ആയായിരുന്നു കേട്ടോ. ഒരു 10 മണിയൊക്കെ ആയി. അത് കാരണം രാവിലെ യൂഷ്വൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ പോയി തീർന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന വെള്ളയപ്പവും കടലക്കറിയും അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തൊക്കെ കഴിച്ചത്. പിന്നെ എല്ലാവരും ഒരു പെരുന്നാളൊക്കെ ആയത് കാരണം പിന്നെ ഉച്ചക്കത്തേക്കുള്ള ബിരിയാണി അങ്ങനെയൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു തിരക്കിൽ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു ആ കടയിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇനി പയ്യെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം ഷോപ്പിങ്ങിന് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേപോലെ മസ്ജിദ് മാളിൽ പോയി. അങ്ങനെ അവിടുത്തെ ഒരു ബേബി ഷോപ്പിൽ കയറി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അപ്പുറത്തൊരു നെയ്ബറുണ്ട്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു മാവയുണ്ട്. അപ്പോൾ കുഞ്ഞു മാവയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ എടുക്കാനാണ് പോയത് ഈദ് മുബാറക്കായിട്ട്. അപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ ഞാനും എനിക്ക് എടുക്കും, അത് വേറൊരു കാര്യം. അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് അറബിക് സ്വീറ്റ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങാനാണ് പോയത്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഈദ് മുബാറക്കിൻ്റെ ഒരു ബിരിയാണി ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. കാരണം അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ഓഫർ ചെയ്തതാണ് കേട്ടോ, അവർ ട്രീറ്റ് ഓഫർ ചെയ്തേക്കുന്നതാണ്. നമ്മുടെ നെയ്ബർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ചെന്നിട്ട് അതൊക്കെ ഒന്ന് കഴിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ മെയിനായിട്ട്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ ഈ ഡേ ടു ഡേ ലൈഫ് വ്ളോഗ്സ് ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പം ഞാൻ ഓർത്തു ഇന്ന് എന്തായാലും അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കൂടെ ഇങ്ങോട്ടാണ് നോക്കുന്നത്. ആക്ച്വലി ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് ക്യാമറയിലാണ്, പക്ഷേ എനിക്കറിയാം ഞാൻ ഇങ്ങോട്ട് നോക്കിയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇന്നാണ് നമ്മുടെ നെയ്ബർ അച്ചുക്കുട്ടി. ഇവനെ കാണാനായിട്ടാണ് ഇവനാണ് ഗിഫ്റ്റൊക്കെ വാങ്ങിയാനായിട്ട് ഞങ്ങൾ പോയത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നല്ല ഉറക്കമായിരുന്നു. പിന്നെ പയ്യെ കുറച്ച് നേരം കണ്ണൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ. എന്നാലും ആശാൻ ഉറക്കത്തിലായതാണ്, അത്ര അങ്ങോട്ട് വലിയ സന്തോഷത്തിലുള്ള മൂഡിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ചെറിയ കരച്ചിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പയ്യെ നമ്മൾ അവിടെ നിന്ന് സ്കിപ്പായി കേട്ടോ. അപ്പോൾ പിന്നെ എന്നിട്ട് നമുക്ക് അവർ ഫുഡൊക്കെ തന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും അതേപോലെ എഗ് റോസ്റ്റ്, പിന്നെ അവരുടെ എന്തോ ഒരു ടൈപ്പ് ഒരു ചട്നിയാണത്. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാനതൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. യെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഗ്രാൻഡ് ലഞ്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. നെയ്ച്ചോറും അതേപോലെ ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ, ബിരിയാണിയല്ല, നമുക്ക് ആ നെയ്ച്ചോറാണെങ്കിൽ അത് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടല്ലോ. അപ്പോൾ ആ ക്ഷീണത്തിലിരിക്കുകയാണ് ഇപ്പോൾ. ഇനി കുറച്ച് നേരം ഇരുന്നൊന്ന് മൂവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടതിന് ശേഷം
1 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് കിടക്കും. അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസങ്ങൾ. നല്ല ഒരു ഈദ് മുബാറക് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ വീണ്ടും ഈദ് മുബാറക് ആശംസകൾ. ഓക്കെ, അപ്പോൾ ബൈ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരു ഇൻസ്റ്റയിലൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടൊക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ബൈ.